Hello guys, welcome back to Tech Vlogs. Guys, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് റെഡ്മി അവരുടെ ബഡ്ജറ്റ് സീരീസിലുള്ള റെഡ്മി 9Aയും 9Cയും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ആ രണ്ട് ഫോൺസിൻ്റെയും സ്പെസിഫിക്കേഷൻസ് ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ ഗൈസ്, നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ തൊട്ടടുത്ത് ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കാം. സോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റെഡ്മി 9Aയുടെ സ്പെക്സിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഈ ഒരു റെഡ്മി 9Aയിൽ യൂസ് ചെയ്തേക്കുന്ന ഡിസ്പ്ലേ എന്ന് വെച്ചാൽ ഒരു 6.53 ഇഞ്ചിൻ്റെ HD+ LCD ഡിസ്പ്ലേ ആണ്. സോ 720p വരെയാണ് മാക്സിമം റെസൊല്യൂഷൻ. ഇനി ഇതിൻ്റെ ബാറ്ററി എന്ന് പറഞ്ഞാൽ 5000 mAh ബാറ്ററിയാണ്. പിന്നെ 10 വാട്ടിൻ്റെ നോർമൽ ചാർജറുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ക്യാമറ എന്ന് പറഞ്ഞാൽ 13 മെഗാപിക്സലിൻ്റെ ഒരു സിംഗിൾ റിയർ ക്യാമറയാണ്. ഫ്രണ്ട് ക്യാമറ ഒരു 5 മെഗാപിക്സലിൻ്റെതുമാണ്. ഇനി ഈ ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്രോസസ്സർ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G25 എന്ന് പറഞ്ഞ പ്രോസസ്സറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതൊരു എൻട്രി ലെവൽ ഗെയിമിംഗ് പ്രോസസ്സറാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ഫോണിൻ്റെ ബേസിക് സ്പെക്സും കാര്യങ്ങളും. അപ്പോൾ ഈ ഒരു ഫോൺ എന്താ പറയുക, ലോഞ്ച്ഡ് പ്രൈസ് എന്ന് വെച്ചാൽ, അതായത് ചൈനയിൽ ലോഞ്ച് ചെയ്ത പ്രൈസ് കൺവേർട്ട് ചെയ്യുമ്പോൾ 6300 രൂപയാണ് വരുന്നത്. അപ്പോൾ അത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ 6500 ആ ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കും നിൽക്കാനായിട്ട് പോകുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തായിട്ട് നമുക്ക് റെഡ്മി 9Cയുടെ സ്പെക്സും കാര്യങ്ങളും നോക്കിയേക്കാം. അപ്പോൾ ഈ ഒരു ഫോണിൽ ഏതാണ്ട് സിമിലർ സ്പെക്സ് തന്നെയാണ് വരുന്നത്. ഇതിൽ യൂസ് ചെയ്തേക്കുന്ന ഡിസ്പ്ലേ ആ ഒരു സെയിം 6.53 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ്. പിന്നെ ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന ബാറ്ററിയും അതേ 5000 mAh ബാറ്ററിയും 10 വോട്ടിൻ്റെ ആ ഒരു ചാർജറും തന്നെയാണ്. ഇനി ഇതിൻ്റെ ക്യാമറയിലാണ് മേജർ ആയിട്ടുള്ളൊരു ചേഞ്ച് വരുന്നത്. ക്യാമറയിലെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. 13 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയും 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറും അതിൻ്റെ കൂടെ തന്നെ ഒരു 2 മെഗാപിക്സലിൻ്റെ മാക്രോ സെൻസറുമാണ് ഈ ഒരു ഫോണിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ പ്രൊസസ്സറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ യൂസ് ചെയ്തിട്ടുള്ളത് മീഡിയാടെക്കിൻ്റെ ഹീലിയോ G35 എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ്. അപ്പോൾ ഈ രണ്ട് ചിപ്സെറ്റും തമ്മിൽ വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, അതായത് G25ഉം G35ഉം തമ്മിൽ വലിയ ചേഞ്ച് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയ ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ. അതായത് അവരുടെ ക്ലോക്ക് സ്പീഡിലുള്ള ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതായത് G25ൻ്റെ കുറച്ച് ഓവർ ക്ലോക്ക് വെർഷനാണ് G35. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. രണ്ട് പ്രോസസ്സേഴ്സും ഒരു എൻട്രി ലെവൽ ഗെയിമിംഗ് പ്രോസസ്സറാണ്. അപ്പോൾ എന്തായാലും ഗൈസ്, ഈ ഒരു ഫോണിൻ്റെയും എക്സ്പെക്റ്റഡ് പ്രൈസ് വരുന്നത് ഒരു 7500 റേഞ്ചിനകത്താണ്. അപ്പോൾ ഈ ഒരു ഫോൺ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അഗെയിൻസ്റ്റ് നിൽക്കാനായിട്ട് പോകുന്ന ഫോണുകൾ അത് Realme C11 അല്ലെങ്കിൽ Realme C3, Narzo 10 ആ ഒരു ഫോൺസിൻ്റെ റേഞ്ചിലായിരിക്കും ഈ ഒരു വരാൻ പോകുന്ന റെഡ്മിയുടെ 9A സീരീസും അല്ലെങ്കിൽ 9C സീരീസും കോമ്പീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗൈസ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ, ബൈ ഗൈസ്.